അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗപ്പലകയിൽ സൗഹൃദങ്ങളും ശത്രുതകളും പലപ്പോഴും സാമ്പത്തിക താൽപ്പര്യങ്ങളാൽ നിർവചിക്കപ്പെടാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും ഏറ്റവും ശക്തമായ സാമ്പത്തിക ശക്തിയായ അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്തരമൊരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വ്യാപാര താരിഫുകളെ ചൊല്ലിയും റഷ്യയുമായുള്ള എണ്ണ ഇടപാടുകളെ ചൊല്ലിയും ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ കോൺഗ്രസ് അംഗം റിച്ച് മക്കോർമിക് നടത്തിയ പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ പിണക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പാകിസ്ഥാനേക്കാൾ എത്രയോ മടങ്ങ് സാമ്പത്തിക മൂല്യം ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകുന്നുണ്ടെന്നുമാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. വാഷിംഗ്ടണിലെ സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് സംഘടിപ്പിച്ച ചടങ്ങിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് മാറുന്ന ആഗോളക്രമത്തിൽ ഇന്ത്യയുടെ പ്രസക്തിയെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ സൂചനയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും അമേരിക്കയുമായുള്ള ബന്ധവും വിശകലനം ചെയ്യുമ്പോൾ മക്കോർമിക് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് നിക്ഷേപങ്ങളുടെ ഒഴുക്കാണ്. പാകിസ്ഥാൻ എന്ന അയൽരാജ്യത്തെ ഇന്ത്യയുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വാദങ്ങൾ നിരത്തിയത്. 30 കോടിയോളം ജനസംഖ്യയുള്ള പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല, അങ്ങോട്ട് വലിയ തോതിൽ നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇത് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ വളരുന്ന കരുത്തിൻ്റെ അടയാളമാണ്. ഇന്ത്യയുടെ മധ്യവർഗം ഇന്ന് ലോകവിപണിയിലെ നിർണായക സ്വാധീനമായി മാറിയിരിക്കുന്നു. അവരുടെ വാങ്ങൽ ശേഷിയും മാറുന്ന ഉപഭോഗശീലങ്ങളും ആഗോള കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ കമ്പനികൾ അമേരിക്കൻ മണ്ണിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാഴ്ചയും നാം കാണുന്നു. IT, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. സാമ്പത്തിക നിക്ഷേപങ്ങൾക്കപ്പുറം ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ കരുത്ത് മനുഷ്യ വിഭവശേഷിയാണെന്ന് മക്കോർമിക് അടിവരയിടുന്നു. ഇന്ത്യയിൽ നിന്നുള്ള പ്രതിഭകളുടെ ഒഴുക്ക് അമേരിക്കൻ സാങ്കേതിക വിദ്യയെയും ശാസ്ത്ര പുരോഗതിയെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. സിലിക്കൺ വാലിയിലെ മുൻനിര കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന ഇന്ത്യക്കാർ മുതൽ അമേരിക്കയിലെ ആരോഗ്യരംഗത്തും ഗവേഷണ മേഖലകളിലും സേവനമനുഷ്ഠിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ വംശജർ വരെ ഈ പ്രതിഭാവിലാസത്തിൻ്റെ തെളിവുകളാണ്. ഇന്ത്യ കേവലം ഒരു സേവന ദാതാവ് മാത്രമല്ല, മറിച്ച് പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും അത് നടപ്പിലാക്കുന്നതിലും അമേരിക്കയ്ക്ക് തുല്യമായ പങ്കാളിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ ഒരു സാധാരണ വ്യാപാര പങ്കാളിയായി മാത്രം കാണുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമാകില്ല. ഇന്ത്യയെ ശത്രുപക്ഷത്തോ അല്ലെങ്കിൽ അകന്ന ബന്ധമുള്ളവരായോ കാണുന്നത് അമേരിക്കയുടെ തന്നെ ഭാവിക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. സൗഹൃദം നിലനിർത്തുന്നത് സമാധാനത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും നയിക്കുമ്പോൾ അവഗണന വലിയ പ്രതിസന്ധികളിലേക്കാകും വഴിതുറക്കുക. എങ്കിലും ഈ ബന്ധത്തിനിടയിൽ കരിനിഴൽ വീഴ്ത്തുന്ന ചില ഘടകങ്ങൾ നിലവിലുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ മറികടന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അമേരിക്കയെ പ്രകോപിപ്പിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 50% താരിഫ് ഏർപ്പെടുത്തിയത് വ്യാപാര ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തി. ട്രംപ് ഭരണകൂടം റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ 500% വരെ നികുതി ഏർപ്പെടുത്താൻ ആലോചിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. സ്വന്തം രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയും ജനങ്ങളുടെ താൽപ്പര്യവും സംരക്ഷിക്കാൻ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ അമേരിക്കയുടെ ഭൗമരാഷ്ട്രീയ താൽപ്പര്യങ്ങളുമായി ഏറ്റുമുട്ടുന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഈ തർക്കങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിലെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും രാഷ്ട്രീയ കാരണങ്ങളാൽ വൈകുകയാണ്. അടുത്തിടെ അമേരിക്കൻ കൊമേഴ്സ് സെക്രട്ടറി ഹവാർഡ് ലുട്നിക് നടത്തിയ ചില പരാമർശങ്ങൾ ഈ ബന്ധത്തിലെ കല്ലുകടികൾ വീണ്ടും ചർച്ചയാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വിളിക്കാത്തതാണ് വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാത്തതിന് കാരണമെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇന്ത്യ തള്ളിക്കളയുകയുണ്ടായി. ഇത്തരം നിസ്സാരമായ വാദങ്ങൾ ഗൗരവകരമായ നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കരുതെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ മാസങ്ങളായി പുരോഗമിക്കുകയാണെന്നും അത് കൃത്യമായ പ്രോട്ടോക്കോളുകൾ അനുസരിച്ചാണ് നടക്കുന്നതെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്ര ബന്ധങ്ങൾ വ്യക്തിപരമായ സൗഹൃദങ്ങൾക്കപ്പുറം രാജ്യങ്ങളുടെ ദീർഘകാല താൽപ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാകണം എന്ന സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യ നൽകുന്നത്. ഇന്ത്യ ഇന്ന് വെറുമൊരു വിപണി മാത്രമല്ല, മറിച്ച് ആഗോളതലത്തിൽ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ള ഒരു വൻ ശക്തിയാണ്. ഇൻഡോ പസഫിക് മേഖലയിലെ ചൈനീസ് കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ സഹായം അനിവാര്യമാണ്. പ്രതിരോധ മേഖലയിലും ബഹിരാകാശ ഗവേഷണത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിച്ചു വരികയാണ്. ഇത്തരം സാഹചര്യത്തിൽ വ്യാപാര തർക്കങ്ങളുടെ പേരിൽ ഇന്ത്യയെ അകറ്റുന്നത് അമേരിക്കയുടെ ഏഷ്യൻ നയങ്ങളെ ദുർബലപ്പെടുത്തും. മക്കോർമിക്കിനെ പോലെയുള്ള രാഷ്ട്രീയക്കാർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഇന്ത്യയെ കേവലം പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുന്നത് പോലും അർത്ഥശൂന്യമാണ്. സാമ്പത്തികമായും സൈനികമായും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും ഇന്ത്യ ഇന്ന്
ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയാണ്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകേണ്ടത് ആഗോള സ്ഥിരതയ്ക്ക് വളരെ അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആഗോള ആരോഗ്യ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ പങ്കാളിത്തമില്ലാതെ അമേരിക്കയ്ക്ക് മുന്നേറാൻ സാധിക്കില്ല. വ്യാപാര താരിഫുകളെക്കുറിച്ചുള്ള തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു വിഭാഗം ഇന്ത്യയെ ഒരു തന്ത്രപ്രധാന സഖ്യകക്ഷിയായി കാണുമ്പോൾ മറ്റൊരു വിഭാഗം സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും സംരക്ഷണാത്മക നയങ്ങൾക്കും മുൻഗണന നൽകുന്നു. ഈ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കുക എന്നതാണ് വരും കാലങ്ങളിൽ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ചുരുക്കത്തിൽ റിച്ച് മക്കോർമിക്കിൻ്റെ വാക്കുകൾ അമേരിക്കൻ ഭരണകൂടത്തിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ത്യയുടെ വളർച്ച തടയാനാവില്ലാത്തതാണെന്നും ആ വളർച്ചയ്ക്ക് പങ്കാളികളാകുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇന്ത്യയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് അമേരിക്ക സ്വീകരിക്കേണ്ടത്. ലോകക്രമം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയെപ്പോലെ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുത്തുന്നത് അമേരിക്കയ്ക്ക് താങ്ങാവുന്നതിലും വലിയ നഷ്ടമായിരിക്കും. മക്കോർമിക് പറഞ്ഞതുപോലെ ഇന്ത്യയുമായുള്ള സൗഹൃദം സമാധാനവും അഭിവൃദ്ധിയും ഉറപ്പു നൽകുന്നുണ്ടെങ്കിൽ ആ പാത പിന്തുടരുകയാണ് അമേരിക്ക ചെയ്യേണ്ട ഏറ്റവും ബുദ്ധിപരമായ കാര്യം. ഏഷ്യയിലെ ജനാധിപത്യത്തിൻ്റെ കാവലാളായ ഇന്ത്യയെ ഒപ്പം നിർത്തുന്നത് ലോക സമാധാനത്തിനും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിനും അത്യന്താപേക്ഷിതമാണ്.